യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥലിൽ കടന്നു വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം ദൈവം നമുക്ക് നൽകിയ ഈ നല്ല സന്ദർഭത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് റോമാലേഖനം 8-ാം അധ്യായം അതിന് 15-ാമത്തെ വാക്യമായിരുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നിരുന്നു. അതിൽ 5-ാമത്തെ വാക്യം നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ എന്തിനാണ് ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയത്? എന്തിനു വേണ്ടിയാ? നാം പുത്രത്വം പ്രാപിക്കുവാനാണ്. എന്താണ് ഈ പുത്രത്വം എന്ന് പറയുന്നത്? വേണമെങ്കിൽ നമുക്ക് അടുത്ത വാക്യം ആ പുത്രത്വം എന്നുള്ളതിൻ്റെ വിശദീകരണമായിട്ട് എടുക്കുവാൻ സാധിക്കും. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. എന്താണ് സ്വപുത്രൻ? സ്വപുത്രൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ എന്നാണ് അതിനർത്ഥം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം നമുക്കെല്ലാവർക്കും കാണാതെ അറിയുന്ന വാക്യമാണല്ലോ. സുവിശേഷത്തിന്റെ ഹേർട്ട് എന്നറിയപ്പെടുന്നതായ ആ വേദഭാഗം. അതെ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ അല്ലെങ്കിൽ തൻ്റെ പുത്രൻ, ആ പുത്രന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ, സ്വപുത്രന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിൽ വസിക്കുന്നതായ ആ ആത്മാവിൻ്റെ മറ്റൊരു പേരാണ് സ്വപുത്രന്റെ ആത്മാവ്. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതായ ആത്മാവ്, ഞാൻ ഏതാനും നാളുകൾക്ക് മുമ്പ് ഇത് സംബന്ധിച്ച് നിങ്ങളോട് സംസാരിച്ചിരുന്നു. അതായത് ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുമ്പോൾ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവം അതിന് പ്രേരകമായി അവന് നൽകുന്നതായ ദാനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പല പേരില് പരിശുദ്ധാത്മാവിനെ നമുക്ക് അവിടെ വിളിക്കാൻ സാധിക്കുന്നുണ്ട്. അതിലൊരു പേരാണ് സ്വപുത്രന്റെ ആത്മാവ്. അതായത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്നും സ്വർഗാരോഹണം ചെയ്യുമ്പോൾ തൻ്റെ അരുമ ശിഷ്യന്മാർക്ക് കൊടുത്ത വാഗ്ദാനം എന്തായിരുന്നു? യേശു പറഞ്ഞത്, ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ ഫിസിക്കലി നിങ്ങളോട് കൂടെ ഇല്ല എന്നുള്ളത് ശരിയാണ്. നിങ്ങൾ കാണുന്നത് ഞാൻ ഫിസിക്കലായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. പക്ഷേ എൻ്റെ ആത്മാവ് നിങ്ങളോട് കൂടെയുണ്ട്. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അതേപോലെ തന്നെ സ്വപുത്രന്റെ ആത്മാവ് എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം നാം മക്കളായി തീരുമ്പോൾ നമുക്ക് നൽകുന്നതായ ആ ആത്മാവിൻ്റെ പേരാണ് സ്വപുത്രന്റെ ആത്മാവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും തന്നെ യേശു ക്രിസ്തുവിനോട് കൂടെ മക്കളാകുന്നു, അതേപോലെ തന്നെ അവകാശികളുമാകുന്നു. അത് റോമലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ മക്കളെങ്കിലോ നിങ്ങൾ അവകാശികളുമാകുന്നു. അതെ, ക്രിസ്തുവിന് നിങ്ങൾ കൂട്ടവകാശികൾ ആകുന്നു. അതിനർത്ഥം ക്രിസ്തുവിനോട് ചേർന്ന് നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ ആയിത്തീരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് സംസാരിച്ചൊരു കാര്യമാണല്ലോ. പലപ്പോഴും നമ്മൾ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവും പിതാവുമായിട്ടുള്ള ബന്ധം, അത് നമ്മളെ വളരെയധികം അതിശയിപ്പിക്കുന്ന ഒന്നാണ്. പലപ്പോഴും കർത്താവ് യേശു ക്രിസ്തു തൻ്റെ പിതാവായി ദൈവത്തോടുള്ള ബന്ധത്തിലായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. രാത്രികാലങ്ങളിൽ അവൻ ഒലിവുമലയിൽ പോയിരുന്ന് തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം യേശു ക്രിസ്തുവിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ യേശു ക്രിസ്തു എപ്പോഴും തൻ്റെ പിതാവിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. തൻ്റെ ഈ ഭൂമിയിലെ മാതാപിതാക്കളായ യോസഫിനോടും മറിയോടും പറഞ്ഞ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ഏർപ്പെടേണ്ടതല്ലയോ എന്ന് അവനെ അന്വേഷിക്കുമ്പോൾ ഈ ഭൂമിയിലെ മാതാപിതാക്കളോട് യേശു പറയുകയുണ്ടായി. അതേപോലെ തന്നെ എന്നെ അയച്ചവൻ്റെ വേല ചെയ്യുന്നത് എൻ്റെ ആഹാരമെന്ന് യേശു പറയുകയുണ്ടായി. ഞാനും പിതാവും ഒന്നാകുന്നുവെന്ന് യേശു പറയുകയുണ്ടായി. ക്രൂശിൽ കിടന്നുകൊണ്ട് അതെ, ആ വളരെ വലിയ വേദനയിൽ യേശു നിലവിളിക്കുമ്പോൾ ഏലി ഏലി ലമ്മ ശവക്താനി എന്ന് യേശു പറയുമ്പോൾ, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത്? അതേപോലെ തന്നെ താൻ അവസാനമായി ക്രൂശിലെ മൊഴിയായി പറഞ്ഞു, പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. നോക്കൂ, യേശു ക്രിസ്തുവിൻ്റെ പിതാവിനോടുള്ള ബന്ധം എത്ര
ക്ലിയർ ആയിട്ട് നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മളും കർത്താവ് യേശു ക്രിസ്തുവിനോട് ചേർന്ന് മക്കളായി തീരുമ്പോൾ പിതാവായ ദൈവത്തോട് യേശുവോടൊപ്പം നമ്മൾ സമ്പർക്കപ്പെടുന്നു എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു എന്ന ആ ദൈവപുത്രനോടൊപ്പം തന്നെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുക. ഇനി എങ്ങനെയാണ് നമ്മൾ മക്കളായി തീരുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കേട്ടല്ലോ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അപ്പോൾ ആ അധികാരം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ട സ്വപുത്രന്റെ ആത്മാവാണ്. അപ്പോൾ ആ സ്വപുത്രന്റെ ആത്മാവ് എന്താണ് പറയുന്നത്? അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നതായ, അതിനർത്ഥം ഡാഡി എന്ന് വിളിക്കുന്നതായ അതേ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ്. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ പിതാവിനെ യേശു വിളിച്ചത് ഡാഡി എന്നായിരുന്നു. ഈ അബ്ബാ പിതാവേ എന്നുള്ള ആ വാക്ക് അതൊരു അരാമിയ പദമാണ്. ആ അരാമിയ പദത്തിൻ്റെ അർത്ഥം നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ മക്കൾ വളരെ വാത്സല്യപൂർവ്വം സ്നേഹത്തോടെ അപ്പനെ വിളിക്കുന്നതായ പേര് ഡാഡി, പപ്പ എന്നുള്ള ഒരു അർത്ഥമാണ് അതിനുള്ളത്. അപ്പോൾ അത്രത്തോളം ഒരു ആക്സസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള പിതാവിനെ നമ്മളല്ലാതെ വേറെ ആരാ പപ്പ എന്ന് വിളിക്കുന്നത്? നമ്മളല്ലാതെ ആരാ ഡാഡി എന്ന് വിളിക്കുന്നത്? കാരണം സ്വന്തം അപ്പനെ തിരിച്ചറിഞ്ഞ് ആ അപ്പന് കൊടുക്കുന്നതായ സ്നേഹവും ബഹുമാനവും എല്ലാം കലർന്ന ഒരു ഭാഷയാണ് ഈ ഡാഡി അല്ലെങ്കിൽ പപ്പ എന്നുള്ള വിളി. അതിന് തത്തുല്യമായ ഒരു പദമാണ് ഇവിടെ അബ്ബാ ഫാദർ എന്ന് പറയുന്നതായ വിളി. ഈ ഒരു വിളി യേശു പല സ്ഥലങ്ങളിലായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പുതിയ നിയമ പുസ്തകങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 36-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയും, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. എപ്പോഴാ പറഞ്ഞത്? ഗതസമനയിൽ, അതിവേദനയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നതായ അതേ പുത്രനായ യേശു തൻ്റെ മനുഷ്യത്വത്തിൽ തൻ്റെ പിതാവിനോട് താൻ വിളിക്കുന്നു അബ്ബാ പിതാവേ. നോക്കൂ, അപ്പോഴും പിതാവിനോടുള്ള സ്നേഹം യേശുവിൽ കുറഞ്ഞിട്ടില്ല. തനിക്കറിയാം പിതാവ് തൻ്റെ മുഖം തനിക്ക് വേണ്ടി മറയ്ക്കും, തന്നെ അവഗണിക്കും, തന്നെ ക്രൂശിൽ കൈവിടുമെന്നെല്ലാം ഈ പുത്രനായ യേശുവിനറിയാം. എന്നിട്ടും അബ്ബാ പിതാവേ, ഡാഡി, പപ്പ എന്ന് പിതാവായ ദൈവത്തെ യേശു വിളിക്കുന്നതായ വളരെ സുപ്രധാനമായൊരു വാക്യമാണ് നമ്മൾ വായിച്ചത്. നോക്കൂ, അതിനർത്ഥം എൻ്റെ മരണത്തിൽ പോലും, നീ എന്നെ കൈവിട്ടെങ്കിൽ പോലും എന്നെ ഉയർപ്പിക്കുവാൻ ശക്തനാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും എന്നെ കൊണ്ടുപോകുവാൻ ശക്തനായ ഒരു പിതാവാണ് എനിക്കുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹം കൈവിടാതെ, ദൈവത്തോടുള്ള വാത്സല്യം കുറയ്ക്കാതെ, ആ ബഹുമാനവും ദൈവത്തിൻ്റെതായിട്ടുള്ള ആ പരമാധികാരവും അംഗീകരിച്ചുകൊണ്ട് പുത്രനായ യേശു പിതാവിനെ വിളിക്കുന്നു അബ്ബാ പിതാവേ എന്നുള്ളത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിലുള്ള ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ നശിച്ചു പോകുന്നു എന്നുള്ളതായിട്ടുള്ള ഒരു റിയാലിറ്റി നമ്മുടെ മുമ്പിൽ കാണുമ്പോഴും ആ വിഷയങ്ങളുടെ നടുവിലെല്ലാം എൻ്റെ ദൈവം എന്നെ കൈവിടില്ല. കൈവിട്ടതായിട്ട് എനിക്ക് തോന്നുമായിരിക്കാം, പക്ഷേ എന്നെ ഉയർപ്പിക്കുന്നതായൊരു കർത്താവുണ്ട്. എൻ്റെ കൈക്ക് പിടിച്ച് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതായ ഒരു ദൈവം എനിക്കുണ്ട് എന്നുള്ള ആ ഒരു ധാരണ, ആ ഒരു വിശ്വാസം യേശുക്രിസ്തുവിനെ പോലും നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഏത് പരിസ്ഥിതിയിലും അബ്ബാ, ഡാഡി, പപ്പ എന്നവർക്ക് വിളിക്കുവാൻ സാധിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ അവസ്ഥ, ഒരുപക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായ കാര്യങ്ങൾ, അത് നിങ്ങളെ വളരെയധികം ഭയചകിതരാക്കുന്നുണ്ടാകാം. നിങ്ങളെ വളരെയധികം ഉത്കണ്ഠയുടെ അനുഭവത്തിലൂടെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരിക്കാം. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, അബ്ബാ പിതാവേ എന്ന് നിനക്ക് വിളിക്കാൻ സാധിക്കുമോ? ഡാഡി, എൻ്റെ പപ്പ എന്ന് ദൈവത്തോട് വിളിച്ച് സംസാരിക്കാൻ കഴിയുന്നതായ ഒരു ബന്ധത്തിലാണോ നിങ്ങളായിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ യേശു പറയുന്നത് പോലെ അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയും. വിത്ത് യു എവരിത്തിങ് ഈസ് പോസിബിൾ. നിന്നാൽ എല്ലാം കഴിയും. ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ. നോക്കൂ, ദൈവത്താൽ എല്ലാം സാധിക്കുമെന്ന് പറയുമ്പോഴും ഈ പാനപാത്രം, ഈ കഷ്ടതയുടെ അനുഭവം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണം
എന്ന് പറയുമ്പോഴും ദൈവ ഇഷ്ടത്തിന് ഈൽഡ് ചെയ്യുന്നതായ, ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിക്കുന്നതായ ഒരു യേശുവിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതെല്ലാം നീ ഇച്ഛിക്കുന്ന അത്രേ ആകട്ടെ എന്ന് അവൻ പറഞ്ഞു. നോക്കൂ, എത്ര മനോഹരമായ വാക്യം. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധവും ഇങ്ങനെ ആയിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് നീക്കേണ്ടതിൻ്റെ പ്രാർത്ഥന ആവശ്യങ്ങൾ, ചിലത് നമുക്ക് ലഭിക്കേണ്ടതിൻ്റെ പ്രാർത്ഥന ആവശ്യങ്ങൾ, ഏത് വിഷയങ്ങൾ പ്രാർത്ഥിച്ചാലും ദൈവഹിതത്തിലൂന്നി പ്രാർത്ഥിക്കുന്നതാണ് അബ്ബാ പിതാവേ എന്ന് വിളിക്കത്തക്ക ബന്ധത്തിലേക്ക് വരുന്നവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഈ സന്ദേശം ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. എന്തുകൊണ്ടാണ് ദൈവം ആ സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചത്? നമ്മൾ മക്കളാകൊണ്ട്. നമ്മളെങ്ങനെ മക്കളായി തീർന്നു? യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ നമ്മൾ വിശ്വസിച്ചപ്പോൾ നമ്മൾ മക്കളായി തീർന്നു. ആ നിമിഷം മുതൽ നമ്മുടെ ഉള്ളിൽ ആ സ്വപുത്രന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. ആ സ്വപുത്രന്റെ ആത്മാവ് എപ്പോഴും ഞാൻ അന്യനല്ല, ഞാൻ ദൈവഭവനത്തിന് വെളിയിലല്ല, മറിച്ച് ഞാൻ ദൈവഭവനത്തിലാണ്, അവകാശിയാണ്, എനിക്ക് എൻ്റെ പിതാവായിട്ട് ദൈവമുണ്ട് എന്നുള്ള ആ ഒരു വലിയ ബോധത്തോടു കൂടെ ജീവിക്കാൻ സാധിക്കുന്നു. ആ ഒരു ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ഇന്ന് ആഹ്വാനം ചെയ്യുന്നു. നോക്കൂ, എത്ര വലിയ ഭാഗ്യമാണ് ദൈവം നമുക്ക് നൽകിയത്. നോക്കൂ, അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇനി നമ്മുടെ മേൽ ഭയത്തിന് സ്വാധീനമില്ല, ഇനി നമ്മുടെ മേൽ അടിമത്തങ്ങൾക്ക് സ്വാധീനമില്ല. നാം ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം ഉള്ളവരാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മയ്ക്കും നന്ദി പറയുന്നു. ഞങ്ങളിതിനൊന്നും യോഗ്യരല്ലായിരുന്നു, എന്നാൽ ഞങ്ങളിൽ അങ്ങ് പ്രസാദിച്ചു, ഞങ്ങളെ അങ്ങ് വിലയ്ക്ക് വാങ്ങിച്ചു. ഞങ്ങളുടെ ഭയത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഞങ്ങളുടെ അടിമത്തങ്ങളുടെ മേഖലയിൽ നിന്നും ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ച് അങ്ങയുടെ സ്വന്തമാക്കി ഞങ്ങളെ തീർത്തു. കർത്താവെ, ഈ സ്വാതന്ത്ര്യത്തിൽ തുടരുവാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവവചനം കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം തന്നെ ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വചനഭാഗങ്ങൾ അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.